നിങ്ങൾ പാതി വഴിച്ച് എന്തെങ്കിലും തുടങ്ങി വെച്ച് നിർത്തുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്റ്റോറി. 100 ഡേയ്സ് അണ്ടർ സ്റ്റോറി പാർട്ട് നമ്പർ 1. രവി എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യന് 22 വയസ്സായി. ആ പയ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം പാതി വഴിയിൽ നിർത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം വിചാരിച്ചു ഗവൺമെൻറ് എക്സാം എഴുതുന്നു. അതും അദ്ദേഹം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബിസിനസ് തുടങ്ങാൻ നോക്കുന്നു. അതിന് ബിസിനസ് തുടങ്ങി പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിദേശത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വിദേശത്ത് പോകുന്നതും ക്യാൻസലാക്കി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കസിൻ ചോദിച്ചു, എന്താ രവി ചേട്ടാ, ഇതുവരെയ്ക്കും നിങ്ങൾ ഒരു ഇതിലും എത്തിയില്ലെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഫെയിലിയറിനെക്കാട്ടും ഹാർഡായ ഒരു വേദനയായിരുന്നു അത് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം എടുത്തതിന് ശേഷം അത് 100% ക്ലിയർ ആയതിനു ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകൂ എന്ന് അദ്ദേഹം ഉറച്ച ഒരു ഡിസിഷൻ എടുത്തു. അങ്ങനെ അദ്ദേഹം 3 വർഷം കഴിയുന്നു. നല്ലൊരു മില്യനിയർ ആയില്ലെങ്കിലും അദ്ദേഹം നല്ല വെൽ സെറ്റിൽഡ് ആയ ഒരു മാനായി മാറിയിരിക്കുന്നു. അതുപോലെയാണ് നമ്മളും ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ അത് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് നടക്കുക. ഇതാണ് ഈ കഥയുടെ നമുക്ക് തരുന്ന പാഠം.